ആനുവൽ എക്സാം EVSന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റി ഫസ്റ്റ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റൈറ്റ് എനി 4 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദം. അറിയാം പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ either fully or partly owned by the government providing various services to people are called public institutions. അല്ലേ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ക്ലാസ് എടുക്കുന്ന സമയത്ത്. ഏതെങ്കിലും 4 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് സ്കൂൾ എഴുതാം, ബാങ്ക് എഴുതാം, പോലീസ് സ്റ്റേഷൻ എഴുതാം, അഗ്രികൾച്ചർ ഓഫീസ് എഴുതാം, പോസ്റ്റ് ഓഫീസ് എഴുതാം. 4 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂൾ എഴുതാം, ബാങ്ക് എഴുതാം, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ എന്താണ്? പ്രൊവൈഡ്സ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ബാങ്ക് എന്താണ്? കീപ്സ് മണി സേഫ്, പ്രൊവൈഡ്സ് ലോക്കർ ഫെസിലിറ്റി, ഗീവ്സ് ലോൺസ് ആൻഡ് ഹെൽപ്പ് വിത്ത് മണി ട്രാൻസ്ഫേഴ്സ്. ഇനി പോലീസ് സ്റ്റേഷൻ്റെ എന്താണ്? പ്രൊട്ടക്ട്സ് പീപ്പിൾ, കാച്ചസ് ക്രിമിനൽസ്, മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. പോസ്റ്റ് ഓഫീസിൻ്റെ സർവീസസ് എന്തൊക്കെയാണ്? സെൻഡ് ലെറ്റേഴ്സ്, ഡെലിവേഴ്സ്, പാർസൽ, ഓഫേഴ്സ് സേവിങ്സ് ആൻഡ് മണി ട്രാൻസ്ഫർ സർവീസസ്. എങ്ങനെ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 2 നോക്കുക. റോഡ് ആൻഡ് സേഫ്റ്റി. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് വെൻ ട്രാവലിംഗ് ഇൻ വെഹിക്കിൾസ്. വണ്ടികളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഡോണ്ട് ലീപ്പ് ഇൻ ടു എ മൂവിംഗ് വെഹിക്കിൾ ടു ഗെറ്റ് ഓൺ. ഗെറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ ദ വെഹിക്കിൾ സ്റ്റോപ്സ് മൂവിംഗ്. ഡോണ്ട് പുട്ട് ഹെഡ് ഓർ ഹാൻഡ്സ് ഔട്ട്സൈഡ് ദ വെഹിക്കിൾ. Don't spit out of the moving vehicle. Don't stand near the door. Wear seat belt. Hold securely in the vehicle. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. Why are zebra lines marked on the road? എന്തിനാണ് റോഡിൽ സീബ്ര ലൈൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നല്ലേ. അപ്പോൾ എന്താണ്? സീബ്ര ലൈൻസ് ആർ ഫോർ പെഡസ്ട്രിയൻസ് ടു ക്രോസ് ദ റോഡ്. കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ സീബ്ര ലൈൻസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 കേട്ടോ. ഫുഡ് ഹാബിറ്റ്സ് ആണ്. റൈറ്റ് ഡൗൺ ദ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളത് നമ്മളതൊക്കെ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ് അല്ലേ. എന്തൊക്കെയാണ് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്? ഓൾവേസ് വാഷ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ ഡെയിലി ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ചൂ ഫുഡ് പ്രോപ്പർലി. ഡോണ്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. വാഷ് fruits and vegetables thoroughly before use. Eat meat only after it has been fully cooked. എന്നൊക്കെ നമുക്ക് പോയിന്റ്സ് എഴുതാം കേട്ടോ. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൂയിങ് ഫുഡ്? അതിനൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ഡൈജഷൻ ബിക്കംസ് ഈസി. ഡിഫറെൻറ്റ് ടേസ്റ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. ആക്ടിവിറ്റി 4 അവർ സ്റ്റേറ്റ്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നമുക്ക് ഇവിടെ കേരളത്തിൻ്റെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്യാണ് കേട്ടോ വേണ്ടത്. ഫസ്റ്റ് വൺ, നെയിം ദ ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട്. കൊല്ലവും ആലപ്പുഴ ഡിസ്ട്രിക്റ്റും ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കുക. എ ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്സ്. മറ്റു ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണത്? കോട്ടയമാണ്. നെക്സ്റ്റ് അവർ നൈബറിംഗ് സ്റ്റേറ്റ്സ്. നമ്മളുടെ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? തമിഴ്നാടു ആൻഡ് കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിക്ട് ദാറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് കർണാടക ആൻഡ് തമിഴ്നാടു. കർണാടകയും തമിഴ്നാടും ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വയനാടാണ്. നെക്സ്റ്റ്, എ ഡിസ്ട്രിക്ട് ദാറ്റ് ഹാസ് എ സീഷോർ ഷെയർസ് a border with Karnataka and has 3 neighboring districts. എന്താണ്? കടൽ തീരവും തന്നെ കർണാടകയുടെ ബോർഡർ ഷെയർ ചെയ്യുന്നതും 3 അയൽ ജില്ലകളുമുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? കണ്ണൂരാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ്. ഏതാ ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ്? ഇടുക്കിയാണ്. ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഏതാണ്? ആലപ്പുഴ. Next activity 5 our houses. Look at the pictures of the 2 types of houses given below. What differences can you find between them? ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള വീടുകളുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് തമ്മിലുള്ള ഡിഫറൻസസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് കോൺക്രീറ്റ് ഹൗസും ആണ്, മറ്റേതെന്ന് പറയുന്നത് ഹട്ടും ആണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് മെറ്റീരിയൽസ് യൂസ്ഡ് എന്തൊക്കെയാണെന്നുള്ളത് ഡിഫറൻസ് ആയിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് പറയാം? വാൾ ഈസ് മെയ്ഡ് ഓഫ് ബ്രിക്സ്. നെക്സ്റ്റിൽ ദ വാൾ ഈസ് മെയ്ഡ് ഓഫ് മഡ് സോയിൽ. റൂഫ് ഈസ് മെയ്ഡ് ഓഫ് കോൺക്രീറ്റ്. ഹട്ട് എന്ന് പറയുമ്പോൾ റൂഫ് ഈസ് മെയ്ഡ് ഓഫ് ഡ്രൈഡ് കോക്കനട്ട് ഓർ പാം ലീവ്സ്. പിന്നെ നമുക്കറിയാം കോൺക്രീറ്റ് വീടുകൾ എന്ന് പറഞ്ഞാൽ മോർ ഡ്യൂറബിൾ ആണ് അല്ലേ. ദീസ് ഹൗസസ് ആർ മോർ ഡ്യൂറബിൾ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. അടുത്തത്, ദീസ് ഹൗസസ് ആർ ലെസ് ഡ്യൂറബിൾ. കോൺക്രീറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലിയർ ആണ് അല്ലേ, കൂടുതൽ കാശ് ചെലവായി ചെയ്യുന്നതാണ്. അപ്പോൾ ദീസ് ഹൗസസ് ആർ കോസ്റ്റ്ലിയർ. ഹട്ട് എന്ന് പറയുന്നത് ദീസ് ആർ ചീപ്പർ.
പിന്നെ നമുക്കറിയാം കോൺക്രീറ്റ് വീടുകളൊക്കെ നമ്മൾ സിറ്റീസിലും ടൗൺസിലൊക്കെയാണ് കാണുക. ഫൗണ്ട് ഇൻ സിറ്റീസ്. ഹട്ട് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ വില്ലേജസ്. ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. വൈ ഡു വി ബിൽഡ് ഹൗസസ് എന്ന്. അപ്പോൾ എന്തിനാണ് നമ്മൾ വീട് കെട്ടുന്നത്? ഫോർ എ സേഫ് ലിവിംഗ്, ദെൻ ഫോർ കീപ്പിംഗ് us away from rain and sunlight, for keeping us away from animals and dangers, for getting protection from heat and cold, to keep our things. അങ്ങനെയൊക്കെ നമുക്ക് പോയിന്റ്സ് എഴുതാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് ഓൾ തിങ്സ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ്. ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ക്ലൈമറ്റ് ഓഫ് ഈച്ച് റീജിയൻ, പെക്യുലാരിറ്റി ഓഫ് ലൊക്കേഷൻ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, സെക്യൂരിറ്റി ആൻഡ് ദ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്. Next activity 6, day and night. Read the conversation between മിന്നു ആൻഡ് ഹെർ അങ്കിൾ ഇൻ അമേരിക്ക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അവരുടെ കോൺവെർസേഷൻ എന്താ നോക്കൂ. എന്താ കുട്ടി പറയുന്നത്? മിന്നു എന്താ പറയണത്? ഐ ഫീൽ സ്ലീപ്പി, ഗുഡ് നൈറ്റ് എന്ന് പറയണു അല്ലേ. അപ്പോൾ അങ്കിൾ, അമേരിക്കയിലുള്ള അങ്കിൾ എന്താ പറയുന്നത്? ഓക്കെ, ഐ ജസ്റ്റ് റീച്ച് ദ ഓഫീസ് ഇൻ ദ മോർണിംഗ്. ഇവിടെ കണ്ടോ കോൺവെർസേഷനിൽ മിന്നു എന്താ പറയുന്നത്? ഗുഡ് നൈറ്റ് എന്ന് പറയണു അല്ലേ. അപ്പോൾ അങ്കിള് എന്താ പറയുന്നത്? മോർണിംഗിൽ ഓഫീസിൽ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് മോർണിംഗും ഒരു സ്ഥലത്ത് നൈറ്റുമാണ് അല്ലേ. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡു ഡേ ആൻഡ് നൈറ്റ് ഒക്കർ? റൈറ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ദ റീസൺ. അപ്പോൾ എങ്ങനെയാണ് രാവിലെയും രാത്രിയും ഒക്കോ ചെയ്യുന്നതെന്നാണല്ലേ. ഒരു സ്ഥലത്ത് രാവിലെ ആവുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത് നൈറ്റ് ആവുന്നത് എന്താണ് കാരണം എന്നാണ്. അതിന് വേണ്ട എക്സ്പെരിമെൻറ്റും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ്? ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് വൈൽ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ. ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് റിസീവ്സ് സൺലൈറ്റ് എക്സ്പീരിയൻസസ് ഡേ ആൻഡ് ദ അതർ പാർട്ട് എക്സ്പീരിയൻസസ് നൈറ്റ്. ദ ഡേ ആൻഡ് നൈറ്റ് ആൾട്ടർനേറ്റ് വിത്ത് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ് കേട്ടോ. അത് ജസ്റ്റ് പറഞ്ഞു പോണേ ഉള്ളൂ. ഇനി അതിന് വേണ്ട എക്സ്പെരിമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? മെറ്റീരിയൽസ് നീഡഡ്. നമുക്കതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? എ ഗ്ലോബ് വേണം, ദെൻ ആൻ എമർജൻസി ലാമ്പ്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ മോഡൽ ഓഫ് ദി എർത്ത് ആണ്. ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ഇറ്റ് ആസ് സൺ. ഇനി പ്രൊസീജിയർ എന്തൊക്കെയാണ്? ഡാർക്കൻ ദ റൂം ബൈ ക്ലോസിംഗ് ദ ഡോർസ് ആൻഡ് വിൻഡോസ്, പ്ലേസ് ദ ഗ്ലോബ് ഓൺ എ ടേബിൾ, ദെൻ ടേൺ ഓൺ ദ ലാമ്പ് ഓൺ വൺ സൈഡ് ഓഫ് ദ ഗ്ലോബ്. അതല്ലേ നമ്മൾ പ്രൊസീജിയർ ചെയ്യേണ്ടത്. ദെൻ അടുത്തത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റുക? വി ക്യാൻ സി വൺ സൈഡ് ഓഫ് ദ ഗ്ലോബ് ഫേസസ് ലൈറ്റ്, ദെൻ ദ അതർ സൈഡ് ഡസ് നോട്ട്. ലാസ്റ്റ് ഇൻഫറൻസ് എഴുതണം. ഇൻഫറൻസ് എന്താണ്? ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ. ദെൻ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ദ പാർട്ട് ഓഫ് ദ എർത്ത് ദാറ്റ് റിസീവ്സ് സൺലൈറ്റ് എക്സ്പീരിയൻസസ് ഡേ ആൻഡ് ദ അതർ പാർട്ട് എക്സ്പീരിയൻസസ് നൈറ്റ്. ഇവിടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ പോർഷൻസ് നിങ്ങൾ നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആ സമയത്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.